നമസ്കാരം. എ ഹെൽത്തി ബോഡി ക്യാൻ കീപ്പ് എ ഹെൽത്തി മൈൻഡ്, എ ഹെൽത്തി മാൻ ക്യാൻ കീപ്പ് എ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു ശരീരത്തിന് മാത്രമേ നല്ലൊരു മനസ്സ് സൂക്ഷിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നല്ലൊരു മനസ്സിന് മാത്രമേ ശരീരത്തിന് സൂക്ഷിക്കാനും പറ്റൂ. പക്ഷേ ഇത് നമുക്കിങ്ങനെ പറയാമെങ്കിലും പ്രായോഗികം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് എല്ലാ ഡീഫോർമിറ്റീസുമായിട്ടാണ് ജനിക്കുന്നത്. ഈ ഡീഫോർമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരൻസിന് എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ടാണ് ഈ കുഞ്ഞ് വരുന്നത്. പ്രത്യേകിച്ച് ഇതും വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചുരുക്കി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അമ്മമാർക്ക് ഇത്രയും രോഗങ്ങൾ കുട്ടിക്കാലം തൊട്ടേ വരാനുള്ള കാരണം? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിനൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് വേൾഡ് കൺട്രി തന്നെയാണ്. അതിൻ്റെ കാരണം സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ 15% സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോഴും ഒരു 90% അല്ലെങ്കിൽ 85% ആളുകളും അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ആഹാരം കിട്ടുന്നില്ല. ഈ ഗ്രാമപ്രദേശങ്ങളിലായിക്കഴിഞ്ഞാലും നഗരങ്ങളിലായാലും ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ തൊട്ട് എന്താണ് ഇത്രയും സോക്കേടുകൾ ഉണ്ടാകേണ്ട കാരണം? അതായത് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഈ ചിൽഡ്രൻസ് വാർഡിൽ പോയി കഴിഞ്ഞാൽ അത്രയും ഏതെങ്കിലും ഒരു ഡിഫോർമിറ്റി ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം. ഒന്ന്, ഈ അമ്മ കഴിക്കുന്നത് എന്താണോ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിരിക്കും കുഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഈ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ അമ്മ എന്താണ് കഴിക്കുന്നത് അതുപോലെ ഇരിക്കും. പക്ഷേ ഈ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗുരുകുല വിദ്യാഭ്യാസം മഹർഷിമാരൊക്കെ ഉള്ളൊരു സമയത്തിന് അവരെല്ലാം ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട്, ഒരു കുഞ്ഞെങ്ങനെ ഉണ്ടാവണം, അത് ഇന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല, ഇന്ന സമയത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാര്യയായാലും ഭർത്താവായാലും ഒരു കുഞ്ഞിന് വേണ്ടി തന്നെ ആയിരിക്കണം അവർ ജീവിക്കേണ്ടതും. ഒരു കുഞ്ഞിന് വേണം. അപ്പോൾ അതിന് വേണ്ട ആരോഗ്യം, സംരക്ഷണം ഈ പേരൻസാണ് എടുക്കുന്നത്. അതായത് ടോക്സിക് പേരൻസ് ഗെറ്റിങ് എ ടോക്സിക് ചിൽഡ്രൻ. ഇപ്പോൾ പേരൻസ് ടോക്സിക് ആണെങ്കിൽ, അതായത് വിഷാംശമുള്ള, അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ പറയാം, ഒരു വിഷാംശമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും ആ അമ്മയ്ക്കുണ്ടാകുന്നതും പേരൻസിനുണ്ട് അതെല്ലാം അതിന് കുഞ്ഞിനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നെങ്കിലും ഈ നമുക്ക് എങ്ങനെ ഒരു കുട്ടി അറ്റ്ലീസ്റ്റ് വലിയ കുഴപ്പമില്ല ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെയെന്ന് പറഞ്ഞാൽ വളർത്താൻ സാധിക്കും, അല്ലെങ്കിൽ പ്രസവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ മുലയൂട്ടാൻ എങ്ങനെ സാധിക്കും. ഇപ്പോൾ ചുരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കുന്നത് ഏകദേശം ഒരു 2 to 3 years എങ്കിലും മുലപ്പാൽ തന്നെ കൊടുക്കണം. അതിൻ്റെ കാരണം ഈ അമ്മയുടെ മുലപ്പാൽ മാത്രമേ അതിനാവശ്യമുള്ള ഹോർമോൺസും വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നുള്ളൂ. ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം പോലും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ എങ്ങനെയായാലും 1 വർഷത്തേക്കുള്ള ആരും കൊടുക്കാറില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അമ്മ ന്യൂട്രീഷനായിട്ടുള്ള എല്ലാം കഴിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഇന്ത്യയിൽ ഒരു 100% കുട്ടികളെ എടുത്തു കഴിഞ്ഞാലും ഈ പല്ല് വരുന്ന സമയം എല്ലാം നമ്മൾ പുഴുപ്പല്ലെന്ന് പറയും. അത് പുഴുപ്പല്ലല്ല, കാരിസെപ്റ്റി എന്ന് പറയും. അതായത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരും. അപ്പോൾ ഈ ഗർഭകാലത്ത് ഈ അമ്മ മാക്സിമം കാൽസ്യം ഉപയോഗിക്കണം. പക്ഷെ അത് അഡ്വൈസ് ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ പാരാമെഡിക്കൽ പീപ്പിൾസുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക് തന്നെ ഇതേപ്പറ്റി ഒരു കൂടുതലായിട്ട് അറിയില്ല. ഒരു ഗർഭകാലത്ത് നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ട്, കുഞ്ഞിനും കാൽസ്യം ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡബിൾ കാൽസ്യമാണ് വേണ്ടത്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കാൽസ്യം വേണം, അമ്മയുടെ ഫങ്ഷന് കാൽസ്യം വേണം. കാരണം കാൽസ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരം തന്നെയും ഇതെല്ലാം നമ്മുടെ ഒരു ചേസിലാണ്. നമ്മുടെ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളാണ്. അപ്പോൾ ഇതിനകത്താണ് എല്ലാം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലിനാണ് ഏറ്റവും ബലം വരേണ്ടത്.
അത് ഈ കുട്ടിക്കാലം തൊട്ടേ കുഞ്ഞിന് ഇല്ലാതാവുന്നു. അപ്പം ഈ അമ്മ പാല് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെയും ആവശ്യത്തിന് കാൽസ്യം കഴിക്കണം. അപ്പോൾ അതിന് കാൽസ്യത്തിൻ്റെ അളവ് അറിയുന്നതിന് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് അത്യാവശ്യമുള്ളതിന് അത്യാവശ്യമായിട്ട് കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കുട്ടിക്കാലം തൊട്ടേ അസ്ഥിരോഗങ്ങൾ വരും. അതുപോലെ അമ്മയ്ക്കും വരും. അപ്പോൾ ഈ കാൽസ്യം ഇല്ലെന്നുണ്ടെങ്കിൽ, ഈ ഗർഭസ്ഥ അമ്മയ്ക്ക് കാൽസ്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉള്ള കാൽസ്യം എടുക്കും, അമ്മയുടെ ബോണിൽ നിന്ന് എടുക്കും. അപ്പോൾ എല്ല് നഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലും പല്ലും ഒന്ന് തന്നെയാണ്, രണ്ടും എല്ല് തന്നെയാണ്. അപ്പോൾ ഈ പല്ലിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലം തൊട്ടേ കുട്ടികളുടെ ഒരു സംരക്ഷണം നമ്മുടെ മാതാപിതാക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആരോഗ്യ സംരക്ഷക ആളുകളുടെ ഒരു കടമയാണ്. പക്ഷേ അതിപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ എന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല, മെഡിസിൻസ് കിട്ടുന്നില്ല, സപ്ലിമെൻറ്റ്സ് കിട്ടുന്നില്ല, ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവരമുള്ള നാച്ചുറലായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും കൊണ്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ഇത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചൈനയിൽ ഇപ്പോഴും അവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ, പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ അവരാദ്യം അമ്മയാണ് ചികിത്സിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ പാലിൽ നിന്നാണ് ഈ കുഞ്ഞിനെല്ലാം കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ ഒന്നിൽ ആട്ടിൻ്റെ പാലോ പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ പാലൊക്കെ കൊടുക്കും. പക്ഷേ ഈ പശുവിൻ്റെ പാലിലുള്ളത് പശുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള ഹോർമോൺസാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ പാല് തന്നെ കഴിച്ചെങ്കിലേ ആ കുഞ്ഞിന് വളർച്ചയ്ക്ക് വരുള്ളൂ. അത് മാതാപിതാക്കളും ഈ കല്യാണം കഴിച്ചിട്ടുള്ളവരും കല്യാണം കഴിക്കാൻ പോകുന്നതും ഇതിനെപ്പറ്റി ഒരു ബോധവാന്മായിരിക്കുന്നത് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ സിസ്റ്റങ്ങളും യോജിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതി, നാച്ചുറൽ, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതിനെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കി ദോഷവശമില്ലാത്ത മെഡിസിൻസും സപ്ലിമെൻറ്റ്സും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രധാന ലക്ഷ്യം. അപ്പോൾ എല്ലാവിധ ശാരീരികവും മാനസിക രോഗങ്ങളും അതിൽ വരുന്നുണ്ട്. എന്നാലും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും. അത് അഡ്വാൻസ് കൺട്രി മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് എന്നെ ഒരു 7 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്.